Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് YT സ്റ്റുഡിയോയിൽ വന്നിട്ടുള്ള ചെറിയൊരു അപ്ഡേറ്റ് ആണ്. എന്തായാലും യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും YT സ്റ്റുഡിയോ എന്നുള്ള ആപ്പ് ഉപയോഗിക്കാറുണ്ടാവും. അതിലൂടെ അനലിറ്റിക്സ് ഒക്കെ നോക്കി കാണാറുണ്ടാവും. അപ്പോൾ ഈ വീഡിയോയിലൂടെ തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു, എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾ അറിയേണ്ടത്, ഇതെല്ലാം ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. ഈ ഒരു അപ്ഡേറ്റ് തീർച്ചയായിട്ടും ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഉപകാരപ്രദമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ വഴിയെ കാണാം, എന്നിരുന്നാലേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. നമ്മളിതിപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീൻ റെക്കോർഡ് സഹിതം പറഞ്ഞു തരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. കുറേ പേരൊക്കെ നോക്കിയിട്ടുണ്ടാവും, പഴയ യൂട്യൂബേഴ്സൊക്കെ ഇത് കണ്ടതും വായിച്ച് മനസ്സിലാക്കി എന്തായാലും അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ പുതുതായിട്ട് വന്നവർക്ക് ഇത് അറിയില്ല, ഇത് എന്താണ് വന്നിരിക്കുന്നത്, ഇത് എങ്ങനെ നോക്കി കാണേണ്ടത്, ഇത്ര ശതമാനമൊക്കെ കാണുന്നു, ഇതെന്താണ് ഈ അർത്ഥമാക്കുന്നത് എന്നൊക്കെ എന്തായാലും ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ YT സ്റ്റുഡിയോ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തതും ഇവിടെ നമുക്ക് വ്യൂ മോർ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ വന്നിരിക്കുന്നത് വ്യൂസ് ആണ് കേട്ടോ. ഇവിടെ വ്യൂവേഴ്സ് വന്നിരിക്കുന്നത് ഈ ഗ്രാഫ് പോലെയുള്ള ഒരു ചിഹ്നമായിട്ടാണ് കാണുന്നത്. ഗ്രാഫ് പോലെ തന്നെയാണ് അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളൊക്കെ കാണാൻ കഴിയും. വീഡിയോസ് ഇടുന്നതിനനുസരിച്ച് വ്യൂസ് ഇവിടെ കയറി വരും. അപ്പോൾ ഗ്രാഫിൽ വ്യത്യാസം വരും. ഇതിൻ്റെ താഴെ ടോപ്പ് വീഡിയോസ് എന്നുള്ളത് കാണാൻ കഴിയും. ടോപ്പായിട്ട് നമ്മുടെ ഇപ്പോൾ ഇതുവരെ ചെയ്ത വീഡിയോസിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള വീഡിയോസ് ഏതാണ്, അതാണ് ഇവിടെ 6.3K കാണുന്നത്. ഓക്കെ, ടോപ്പ് പറഞ്ഞാൽ ഇതുവരെ ചെയ്ത വീഡിയോസിൽ മുന്നോട്ട് പോകുന്ന ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ടോപ്പായി നിൽക്കുന്നതാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. ലാസ്റ്റ് 28 ദിവസം അങ്ങനെയൊന്നുമല്ല, ഇതുവരെ ചെയ്തതിൽ. ഓക്കെ, ഇതിൻ്റെ താഴെ തന്നെ റിയൽ ടൈം വ്യൂസ് ഇവിടെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. റിയൽ ടൈം, അതായത് 48 അവേഴ്സിൻ്റെ ഉള്ളിൽ വരുന്ന വ്യൂസ് ഇവിടെ ഇങ്ങനെ സിമ്പിളായിട്ട് കൂടി, അതായത് ആ ഒരു ഗ്രാഫ് മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആ ഒരു 48 അവേഴ്സിൻ്റെ ഉള്ളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോസാണ് ഈ കാണുന്നത്. കണ്ടോ, 1.9K അതിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ താഴെ 1.1K, അതായത് വാണിംഗ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ പുതിയ യൂട്യൂബേഴ്സിന് എന്ന് പറഞ്ഞിട്ട് എഴുതിയ അത് 782 ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം 782 പേര് ഈ 48 അവേഴ്സിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ വളരെ പെട്ടെന്ന് എഴുതിയിട്ടുള്ള ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് 250 പേര് ഇപ്പോൾ ഈ ഒരു 48 അവേഴ്സിനുള്ളിൽ കാണുന്നുണ്ട്. അതുപോലെ ആൾ ബേസിക് സെറ്റിങ്സ്, എല്ലാ സെറ്റിങ്സിനെ കുറിച്ചൊരു വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 162 പേര് ഈ 48 അവേഴ്സിൻ്റെ ഉള്ളിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പേര് നമ്മുടെ വീഡിയോ 48 അവേഴ്സിൻ്റെ ഉള്ളിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം, നിങ്ങളെല്ലാവരും ക്രിയേറ്റേഴ്സ് ആയിരിക്കും. നിങ്ങളൊക്കെ ഇത് ചെക്ക് ചെയ്യണം, എൻ്റെ വീഡിയോ ഏതാണ് ഈ 48 അവേഴ്സിൻ്റെ ഉള്ളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്, അത്തരത്തിൽ ഓടുന്നുണ്ടോ. ഇല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിൽ വരുത്തേണ്ട സെറ്റിങ്സും മാറ്റങ്ങളും എല്ലാം നിങ്ങൾ ചെയ്യണം. അതെല്ലാം നമ്മൾ വീഡിയോസിൽ പറഞ്ഞാണ്. എന്നിരുന്നാലും ഒരിക്കൽ കൂടി നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ചാനലിൽ എന്തൊക്കെ ചെക്കിംഗ് ആണ് ചെയ്യേണ്ടത്, എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, ഇതെല്ലാം ഞാൻ തീർച്ചയായിട്ടും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. കാരണം യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം എന്തൊക്കെ കാര്യം എവിടെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓവർവ്യൂവിൽ കാണുന്നത്. ഇവിടെ കണ്ടൻറ് എന്ന് പറയുന്ന പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്, പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറയാം. ഇതിൽ വന്നിരിക്കുന്നത് ഓൾ എന്ന് എഴുതിയതാണ് ആദ്യം കാണുന്നത്. ഇവിടെ വ്യൂസ് 28 ദിവസത്തെയാണ് കാണിക്കുന്നത് കേട്ടോ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലാസ്റ്റ് 28 ദിവസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് വരുന്ന വ്യൂസ് എത്രയാണ് ഇവിടെ കാണാൻ കഴിയും, 97%. ഈ ഒരു ശതമാന നിരക്ക് വന്നത് വളരെ ഉപകാരമായി. കാരണം എൻ്റെ വ്യൂസ് 28 ദിവസത്തിൻ്റെ ഉള്ളിൽ എൻ്റെ ഫാമിലി 97% വരെ കാണുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ തൃപ്തിയാണ്. കാരണം ഇത് ഓരോ ക്രിയേറ്റേഴ്സും മനസ്സിലാക്കണം, 28 ദിവസത്തിനുള്ളിൽ എനിക്ക് എത്ര ശതമാനം വരുന്നുണ്ട്. അഥവാ നമുക്ക് ശതമാനം കുറവാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ 97% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കും എനിക്കത് 100-ലോട്ട് എത്തിക്കണം. 100% വേണം. കാരണം എൻ്റെ ഓഡിയൻസിന് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് എനിക്ക് ഇട്ട് കൊടുക്കണം. അവർക്ക് ഇത് കാണുന്ന രീതിയിൽ അവർക്കത് പ്രയോജകരമാകണം എന്നുള്ള രീതിക്ക് ഞാൻ എടുക്കണം എന്നുള്ള ചിന്താഗതി തന്നെയാണ് എനിക്ക് വരിക. ഇതേ ചിന്താഗതി നിങ്ങൾക്കും വരണം. എൻ്റെ ഓഡിയൻസിന് കുക്കിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ട്രാവലിംഗ് ആയിക്കോട്ടെ, എൻ്റെ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന എന്താണോ അത് അവർക്ക് കൊടുക്കണം എന്നുള്ള ആ ഒരു മനോസ്ഥിതി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ ശതമാനം കൂട്ടാൻ പറ്റുള്ളൂ. ഓക്കെ, 28 ദിവസത്തിൻ്റെ ഉള്ളിലുള്ളതാണ് ഇത് കാണിക്കുന്നത്. ഷോർട്സ് വീഡിയോയുടെ 2.3K വ്യൂസേ ഉള്ളൂ. അത് 2%. ഞാൻ ഷോർട്സ് അധികം ഇടാറില്ല, മുമ്പ് എപ്പോഴും ഇട്ടതാണ്. ഇപ്പോഴും 28 ദിവസത്തിനുള്ളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ശതമാനം കാണിക്കുന്നത്. ലൈവ് സ്ട്രീമിംഗ് ചെയ്തിട്ട് കുറേയായി, അതുകൊണ്ട് തന്നെ ഇവിടെ 0% 74 പേര് കണ്ടിട്ടുണ്ട്. മുമ്പുള്ളതൊക്കെ ഈ 28 ദിവസത്തിൻ്റെ ഉള്ളിൽ മുമ്പുള്ളവർ, അതായത് മുമ്പ് ലൈവ് ചെയ്തത് 74 പേരെന്തോ കണ്ടിട്ടുണ്ട്. അപ്പോൾ ലൈവ് അധികം പേരും കാണാറില്ല. ലൈവ് അങ്ങനത്തെ തന്നെയാണ്. ലൈവ് ഒരുപാട് കാര്യം ഫാമിലിയായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സംഭവമാണ് ലൈവ് എന്ന് പറയുന്നത്. നമ്മൾ വീഡിയോസ് പറയുമ്പോൾ ഈ വീഡിയോ കണ്ടൻറ്റ് എപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് കാണാം, പുതുതായിട്ട് വരുന്നവരൊക്കെ കാണാം. പക്ഷേ ലൈവ് പറയുന്നത് ആ ഒരു ഫാമിലി മെമ്പേഴ്സ് അറ്റാച്ച്ഡ് ആയിട്ട് അപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡീപ്പായി സംസാരിക്കും, നമ്മുടെ ഫാമിലിയാണ് പറഞ്ഞിട്ട്. അത് പിന്നീട് ആരും ഓഡിയൻസ് ആയിട്ടുള്ളവർ വരണമെന്നില്ല. ഓക്കെ, അതാണ് ആ ഒരു
ലാസ്റ്റ് 28 ദിവസത്തിലുള്ള വ്യൂവേഴ്സിൻ്റെ ആ ഒരു മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ നോക്കി കാണാം. ഓക്കെ, പിന്നെ ഔ ടു വ്യൂവേഴ്സ് ഫൈൻഡ് യു എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ബ്രൗസർ ഫീച്ചറിലാണ് എൻ്റെ ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നിരിക്കുന്നത്. ഇതേപോലെ തന്നെ യൂട്യൂബ് സെർച്ചിൽ നിന്ന് വന്നിട്ടുണ്ട് സജസ്റ്റഡ് വീഡിയോ ചാനൽ പേജ്. ബ്രൗസർ ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ സ്ക്രോൾ ചെയ്ത് കാണുമ്പോൾ ഒരുപാട് വീഡിയോസ് കാണും. നമ്മൾ സബ് ചെയ്യാത്ത ചാനലൊക്കെ ഉണ്ടാവും. അതൊക്കെ ബ്രൗസർ ഫീച്ചറിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് നമുക്ക് ക്ലിക്ക് ചിലത് തമ്പനിയിലൊക്കെ കണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാവും ഏതാണ് വീഡിയോസ്, ഏതാണ് കണ്ടൻറ്റ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി ആ വീഡിയോയിൽ ചിലപ്പോൾ നമ്മളൊരു ഫാമിലി മെമ്പർ ആവാൻ ചാൻസസ് ഉണ്ട്. അതാണ് ബ്രൗസർ ഫീച്ചർ. യൂട്യൂബ് സെർച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്തിട്ട് കാണുന്ന പോലെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്യും, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് വരും. അതായത് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം സംഭവിക്കുമ്പോഴാണല്ലോ നമ്മൾ സെർച്ച് ചെയ്യുക. അപ്പോൾ ആ സെർച്ചിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് തമ്പനിയിലോടുകൂടി അല്ലെങ്കിൽ ഒരുപാട് വീഡിയോസ് ഉണ്ടാകും. അതിൽ ഇഷ്ടപ്പെടുന്ന വീഡിയോസ് നമ്മൾ ക്ലിക്ക് ചെയ്യും. അങ്ങനെ യൂട്യൂബ് സെർച്ച് അങ്ങനെ സെർച്ച് ചെയ്യും. സജസ്റ്റഡ് വീഡിയോ, ഒരു വീഡിയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ താഴെ തന്നെ ചെറിയൊരു വീഡിയോ ഇട്ട് ഉണ്ടാവും സജസ്റ്റഡ് വീഡിയോ. അത് സജസ്റ്റഡിലേക്ക് പോകുന്നതാണ്, സജസ്റ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോസൊക്കെ ആയിരിക്കും കാണുക. അതിൻ്റെ താഴെ ആയിരിക്കും ചിലപ്പോൾ എൻ്റെയോ നിങ്ങളുടെയൊക്കെ വീഡിയോസ് കാണുക. ആ തമ്പനിയിലിൻ്റെ ചന്തവും ടൈറ്റിൽ എഴുതിയതൊക്കെ കണ്ടിട്ട് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ഒരു ഫാമിലി മെമ്പറിന് കിട്ടുന്നതായിരിക്കും. ഇങ്ങനെയാണ് സജസ്റ്റഡ് വീഡിയോ. ചാനൽ പേജസ് അത് വളരെ കുറവ് തന്നെയാണ്, 5.4% വന്നിട്ടുള്ളൂ. അത് കൂടുതലും അതിൽ കാണാറില്ല. ചാനൽ പേജസ് വഴിയൊന്നും ആരും കാണാറില്ല. അതുകൊണ്ടാണ് കുറച്ച് മാത്രം പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി അടുത്ത് വീഡിയോസ് എന്നുള്ള സെക്ഷനിൽ ക്ലിക്ക് ചെയ്യാം. വീഡിയോസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് 28 ദിവസത്തിൽ വന്നിരിക്കുന്നത് 101.k വ്യൂസ് ഇവിടെ വന്നിട്ടുണ്ട്. വീഡിയോസ് ഇവിടെ 2 ദിവസത്തെയാണ് ഇവിടെ കാണിക്കുക. അതായത് ജൂൺ 2 വരെയാണ് കാണിക്കുന്നത്. ഇന്നത്തെ ഡേറ്റ് ജൂൺ 3. അതായത് ഒരു ദിവസം, അതായത് ഇന്ന് നമ്മൾ വീഡിയോസ് ഇടുന്ന ദിവസം ഏതാണോ അതത്തെ കാണിക്കില്ല. അത് അപ്ഡേറ്റ് ആവാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ടാണ് ജൂൺ 3 കാണിക്കാത്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ ടോപ്പ് വീഡിയോസ് എന്നുള്ളതിൽ ലാസ്റ്റ് 28 ദിവസത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതായത് ഇവിടെ ടോപ്പ് വീഡിയോസ് എന്നുള്ളത് ലാസ്റ്റ് 28 ദിവസത്തിനുള്ളിലുള്ള ടോപ്പ് വീഡിയോസാണ് കാണിക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും 6.3K, അതുപോലെ തന്നെ 4.6K. ഇതെല്ലാം ടോപ്പ് 28 ദിവസത്തിൻ്റെ ഉള്ളിൽ വന്ന മാറ്റമുള്ള വീഡിയോസ്, ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോസ്, ഏറ്റവും ടോപ്പായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോസാണ് ഇവിടെ കാണാൻ കഴിയുക. ഇത് നിങ്ങൾക്ക് നോക്കി കാണാൻ കഴിയും. അതുപോലെ തന്നെ പ്ലേ ലിസ്റ്റ് ഫീച്ചറിങ് യു എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ വേദാത്മികം എന്ന് പറഞ്ഞാൽ, അതായത് ഒരുപാട് പ്ലേ ലിസ്റ്റ്, ഒരുപാട് പേരുടെ പ്ലേ ലിസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ അടിയിൽ പോയിട്ട് പല വീഡിയോസും കിടക്കുന്നത് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ തന്നെ, ഇപ്പോൾ ഞാൻ തന്നെ ഒരു വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ പ്ലേ ലിസ്റ്റിൻ്റെ താഴെ നമുക്ക് സജഷനായിട്ടൊക്കെ വന്ന വീഡിയോ ചിലപ്പോൾ നമ്മളതിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്ത് അങ്ങനെയൊക്കെ വന്ന് കിടക്കുന്നുണ്ടാവും. ചിലവരുടെ പ്ലേ ലിസ്റ്റിൽ കയറി പറ്റുന്ന വീഡിയോസ് ഉണ്ടാവും. അങ്ങനെ സജഷനിലായിട്ട് പോയിട്ടുള്ള വീഡിയോസിലൊക്കെ ഏതൊക്കെയാണ് പ്ലേ ലിസ്റ്റ് എന്നുള്ളത് കാണിക്കുകയാണ്. അത്തരത്തിലൊക്കെ നമ്മുടെ വീഡിയോസ് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഏറ്റവും മുകളിൽ നമുക്ക് ഷോർട്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ സെയിം തന്നെയാണ്. ഷോർട്സ് വീഡിയോ 28 ദിവസത്തിനുള്ളിൽ വന്നിട്ടുള്ള വ്യൂസ് എത്രയാണ്, അങ്ങനെയൊക്കെയാണ് ഇത് കാണിക്കുന്നത്. ഏറ്റവും നന്നായിട്ട് 28 ദിവസത്തിനുള്ളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഷോർട്സ് ഏതാണ് കണ്ടോ, 28 ദിവസത്തിനുള്ളിൽ വന്നിട്ടുള്ള ഷോർട്സിൻ്റെ വ്യൂസാണ് 850. അതുപോലെ മറ്റുള്ള KGF ഷോർട്സ് അതൊക്കെ ചുമ്മാ നമ്മൾ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഇടുന്നതാണ് 457. അതുപോലെ കുറച്ച് കാര്യങ്ങൾ നോളേജ് പരമായിട്ടുള്ള ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഈ 28 ദിവസത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രൊസീജിയറാണ് നിങ്ങളിവിടെ കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഹൗ വ്യൂവേഴ്സ് ഫൈൻഡ് യുവർ ഷോർട്സ് എന്ന് പറഞ്ഞിട്ട് ചാനൽ പേജിൽ അതുപോലെ ഷോർട്സ് ഫീഡായിട്ട് പോയത്, സജസ്റ്റ് വീഡിയോ, ബ്രൗസർ ഫീച്ചർ, ഇതൊക്കെ കാണാൻ കഴിയും. ഓക്കെ, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതെങ്ങനെയൊക്കെയാണെന്ന് ചാനൽ പേജസിലാണ് 35.6% കയറി പറ്റിയിരിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ലൈവ് ലാസ്റ്റ് 28 ദിവസത്തിനുള്ളിൽ 74. അത് നമ്മൾ മുമ്പേ പറഞ്ഞു. പിന്നെ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ടാബിൽ നമ്മൾ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതുവഴി കിട്ടിയിട്ടുള്ള ലൈക്കുകളാണ് ഇവിടെ 70, 53, 31, 25 എന്നൊക്കെ കാണുന്നത് ലൈക്കുകളാണ് കേട്ടോ. എത്ര ലൈക്ക്, ഏതൊക്കെ പോസ്റ്റിന് എത്ര ലൈക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പോസ്റ്റ് ഇംപ്രഷനാണ്. പോസ്റ്റ് ഏറ്റവും കൂടുതൽ ഇംപ്രഷൻ വന്നിരിക്കുന്നത് 21.2K. അതായത് അത്രയും പേരുടെ മുന്നിലേക്ക് നമ്മുടെ പോസ്റ്റ് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇംപ്രഷൻ തോതാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പോസ്റ്റിൻ്റെ ആ ഒരു ലൈക്ക് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും. കണ്ടോ, ഇത്തരത്തിൽ നമ്മൾ എത്ര പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നാണ്. അതേപോലെ അതിൻ്റെ തൊട്ട് ഇങ്ങോട്ടൊന്ന് നീക്കി കഴിഞ്ഞാൽ ഇവിടെ ടോപ്പ് പോൾസ്, അതായത് നമ്മൾ പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, വോട്ട് ചെയ്യുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ടോപ്പായിട്ടുള്ളത് ഏതാണെന്ന് കാണിക്കും. ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഇവിടെ ഒരു ഡാറ്റയും ഷോ ചെയ്യാത്തത്. ഓക്കെ, ഇവിടെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ കണ്ടൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചറിൽ, ഈ ഒരു അപ്ഡേറ്റിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് ഇതുവരെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഉപകാരമായാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലെ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള നല്ല വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.